ഓണപ്പരീക്ഷയുടെ ആരംഭമാണ്. കുട്ടികളുടെ നേരെ പരീക്ഷ വെച്ചോട്ടെ. ഏതാ പരീക്ഷ? ലാംഗ്വേജ് പറഞ്ഞ ഏത് ലാംഗ്വേജ്? എന്നിട്ട് പഠിച്ചിട്ടുണ്ടോ? ഉറപ്പാ? എവിടെ പഠിച്ചു? പഠിച്ചിട്ടില്ല അല്ലേ? എടാ നന്നായിട്ട് പഠിച്ചു. ഇതാണ് കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാനും ഒരു കമ്പല്ല, ഒരു താല്പര്യമില്ലാത്ത മാതിരിയാണ് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ. അത് ശരിക്കും എന്താ അറിയോ, നമ്മുടെ വീടാണ് ശരിക്കും നമ്മുടെ വിദ്യാലയം. നമ്മുടെ വീട്ടിൽ നിന്ന് ആ മാതാപിതാക്കൾ എന്തൊക്കെ പ്രവൃത്തികൾ വേണ്ടതും വേണ്ടാത്തതും ചെയ്യുന്നുണ്ടോ അതൊക്കെ അവർ കാണുകയാണ്, കണ്ട് പഠിക്കുകയാണ്. അപ്പം അവർക്ക് പിന്നെ നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞ സംഭവമല്ലേ ബുദ്ധി, ഈ ബുദ്ധിയുടെ പ്രഭവ കേന്ദ്രം എവിടെ അറിയോ? നമ്മുടെ വീട്ടിൽ നിന്നാണ്. അച്ഛൻ്റെയും അമ്മയുടെയും നിന്ന് കിട്ടുന്ന ഒരു തരം എന്താ പറയുക, ഒരു സ്നേഹലാളനയാണ്. അതിപ്പോൾ ആർക്കും കിട്ടുന്നില്ല കേട്ടോ, ആർക്കുമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പിന്നീട് പറയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ KSRTC ബസ്സിൻ്റെ മുന്നിൽ അല്ലെ പിന്നിൽ ഇങ്ങനെ വാശി പിടിച്ച് പോകാൻ നിൽക്കരുത്. ആരെന്താ അറിയോ, അവർ 2 സൈഡ് ഗ്ലാസുകളിൽ നോക്കിയിട്ട് അവർ തോന്നിയ മാതിരി പണി നമുക്ക് തരും. അപ്പം നിങ്ങൾ ഡ്രൈവിങ് കെയർ ആക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സൈഡിലൂടെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നിങ്ങൾ പോവുക. ഈ പിന്നെ കാവിക്കൊടികളെ കാണില്ലേ, അത് ഗണേശോത്സവത്തിൻ്റെ ആരംഭമാണ്. അതൊരു മുന്നറിയിപ്പായിട്ടാണ് നമുക്ക് ഓരോ കൊടികളുണ്ടാവും, ഓരോ രാജ്യത്തിനും ഓരോ നാടിനും. അപ്പോൾ ഇതൊക്കെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കൊടികളാണ്. കുറേ ദിവസമായിട്ടോ ഞാൻ നമ്മുടെ നൊട്ടമല കയറിയിട്ട്, അതായത് മണ്ണാർക്കാടിൻ്റെ ചുരം, പാലക്കാടിൻ്റെ ചുരം എന്ന് പറയുന്നത് വാളയാറാണ്. അപ്പോൾ മണ്ണാർക്കാടിൻ്റെ ചുരം എന്ന് പറയുന്നത് നമ്മുടെ നൊട്ടമലയാണ്. ഈ നൊട്ടമല എന്ന് പുറത്തുള്ള ആൾക്കാരൊക്കെ